ദശാബ്ദങ്ങൾ പാരമ്പര്യമുള്ള ഒരു കമ്പനി. പൊതുമേഖലയുടെ വികസനവും ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണവും എന്ന ആശയത്തെ മുറുകെ പിടിച്ച് ഇന്ത്യൻ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ആശയത്തിന് മുതൽക്കൂട്ടായിട്ട് ആരംഭിച്ച കമ്പനി അദാനിയും അംബാനിയും ഇന്ത്യൻ വിപണികളെ ഭരിക്കുന്നതിന് ഏറെക്കാലം മുൻപ് തന്നെ ഇന്ത്യയുടെ വികസനത്തിന് ആക്കം കൂട്ടാനായി ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ മെറ്റൽ മേഖലയിലെ സാന്നിധ്യം ഉറപ്പിച്ച കമ്പനി. അതെ, ഹിൻഡാൽകോ ഇൻഡസ്ട്രിയെ പറ്റി തന്നെയാണ് പറഞ്ഞു വരുന്നത്. 1958 ഹിൻഡാൽകോ സ്ഥാപിതമാകുന്നത്. അവികസനത്തിലും പിന്നോക്കാവസ്ഥയിലും നട്ടം തിരിഞ്ഞ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഈ അലൂമിനിയം കമ്പനി നൽകിയ സംഭാവന ചെറുതല്ല. ചൈന കഴിഞ്ഞാൽ അലൂമിനിയം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കമ്പനികളിൽ പ്രധാനിയാണ് ഹിൻഡാൽകോ. ഇന്ത്യയിലെ ഫ്ലാറ്റ് റോൾഡ് ഉൽപ്പന്നങ്ങളിലും എക്സ്ട്രൂഡ് അലൂമിനിയം സൊല്യൂഷനുകളിലും കസ്റ്റമൈസ്ഡ് സൊല്യൂഷനുകൾ നൽകുന്ന ഏറ്റവും വലിയ അലൂമിനിയം ഡൗൺ സ്ട്രീം പ്ലെയർ ആണ് കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് നിർമ്മാതാക്കൾ കൂടിയാണ് ഹിൻഡാൽകോ. ശുദ്ധീകരിച്ച ചെമ്പിന്റെ ആഭ്യന്തര ഡിമാൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഗണ്യമായ സംഭാവന നൽകുന്നു. നിലവിൽ ഇന്ത്യയിൽ 17 നിർമ്മാണ യൂണിറ്റുകളും 21 മൈനിങ് ഓപ്പറേഷൻസിനോടൊപ്പം തന്നെ 9 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 33 വിദേശ യൂണിറ്റുകളുള്ള വലിയൊരു സാമ്രാജ്യം തന്നെ നിലവിൽ ഹിൻഡാൽകോയ്ക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഹിൻഡാൽകോയുടെ 3ാം പാദഫലങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു. 3ാം പാദത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2ാം പാദത്തിലെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് വിലയിരുത്തി നോക്കുമ്പോൾ ഏകീകൃത എബിഡ 6% വാർഷിക വർധനവോടെ 6096 കോടി രൂപയായിട്ടാണ് ഉയർന്നിട്ടുണ്ടായിരുന്നത്. പാദാടിസ്ഥാനത്തിൽ ഫ്ലാറ്റ് വളർച്ചയായിരുന്നു കൈവരിച്ചത്. അതിനോടൊപ്പം തന്നെ അറ്റാദായത്തിലേക്ക് വരുമ്പോൾ 2196 കോടി രൂപയായിരുന്നു 2ാം പാദത്തിൽ, അതായത് സെപ്റ്റംബർ പാദത്തിലെ കമ്പനിയുടെ അറ്റാദായം എന്ന് പറയുന്നത്. ഇക്കാലത്തെയും ഉയർന്ന കോപ്പർ എബിഡയാണ് സെപ്റ്റംബർ പാദത്തിൽ കമ്പനി രേഖപ്പെടുത്തിയത്. 20% വാർഷിക വർധനയോടെ 653 കോടി രൂപയാണ് കോപ്പർ ബിസിനസ് സെഗ്മെന്റ് എബിഡയായിട്ട് സെപ്റ്റംബർ പാദത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. കോപ്പർ മെറ്റൽ വിൽപ്പന സർവകാല ഉയരമായ 1,34,000 ടണ്ണായി ഉയർന്നു. ഏകദേശം 20% വാർഷിക വർധന വിൽപ്പനയിൽ കൈവരിക്കാൻ കമ്പനിക്ക് സെപ്റ്റംബർ പാദത്തിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ എബിഡയുടെ ഏകീകൃത കട അനുപാതം എബിഡ ടു നെറ്റ് ഡെപ്റ്റ് റേഷ്യോയിലേക്ക് വരുമ്പോൾ 1.66 മടങ്ങായി. ജൂൺ പാദത്തിൽ ഇത് 1.73 ആയിരുന്നു. ഏകീകൃത വരുമാനം 3ാം പാദത്തിലേക്ക് വരുമ്പോൾ ഏകീകൃത വരുമാനത്തിൽ 1% വാർഷിക ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 52,808 കോടി രൂപയാണ് ഏകീകൃത വരുമാനമായിട്ട് ഡിസംബർ പാദത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം സമാന പാദത്തിൽ ഇത് 53,151 കോടി രൂപയായിരുന്നു. ബിസിനസ് സെഗ്മെന്റ് എബിഡയിൽ 36% വാർഷിക വളർച്ച കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ബിസിനസ് സെഗ്മെന്റ് എബിഡയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 6,985 കോടി രൂപയാണ്. ഉയർന്ന ഷിപ്മെന്റും മറ്റ് അനുകൂല ഘടകങ്ങളും മൂലം കോപ്പർ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിച്ചപ്പോൾ പ്രധാന സബ്സിഡിയറിയായ നൊവേലിസിൽ നിന്നും അലൂമിനിയം വെർട്ടിക്കിൽ നിന്നുമുള്ള വരുമാനം യഥാക്രമം 6%, 3% വാർഷിക ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൺസോളിഡേറ്റഡ് എബിഡയിലേക്ക് വരുമ്പോൾ 65% വാർഷിക വളർച്ചയാണ് കമ്പനി ഈ ഡിസംബർ പാദത്തിൽ കൈവരിച്ചിട്ടുണ്ടായിരുന്നത്. 6,322 കോടി രൂപയാണ് കൺസോളിഡേറ്റഡ് എബിഡയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് മോത്തിലാൽ ഓസ്വാൾ അടക്കമുള്ള വിവിധ ബ്രോക്കറേജുകളുടെ അനുമാനത്തിന് അനുസൃതമായിരുന്നു. ഉയർന്ന എബിഡ മികച്ച ഓപ്പറേഷണൽ പെർഫോമൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. കുറഞ്ഞ ഇൻപുട്ട് കോസ്റ്റും എബിഡയുടെ കുതിപ്പിന് വലിയ തോതിൽ സപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. 2ാം പാദത്തിലെ പ്രകടനം പോലെ തന്നെ കോപ്പർ ബിസിനസിന്റെ എബിഡ ഈ പാദത്തിലും പുതിയ സർവകാല ഉയരമായിട്ടുള്ള 656 കോടി രൂപയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 20% വാർഷിക വളർച്ചയാണ് കോപ്പർ ബിസിനസിന്റെ എബിഡയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നികുതി കഴിഞ്ഞുള്ള ലാഭത്തിൽ അഥവാ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഏകദേശം 71% വാർഷിക വളർച്ചയോടെ 2,331 കോടി രൂപയായിട്ട് ഉയർന്നു. ഇത് സ്ട്രീറ്റിന്റെ എസ്റ്റിമേറ്റിന് അനുസൃതമായിരുന്നില്ല. ശരാശരി 82% വരെ ആയിരുന്നു ഈ ഒരു ഇനത്തിൽ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന വാർഷിക വളർച്ച. കമ്പനിയുടെ ഫൈനാൻഷ്യൽ കോസ്റ്റിലേക്ക് വരുമ്പോൾ 1% വാർഷിക വളർച്ചയോടെ 9.4 ബില്യൺ രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ കോസ്റ്റിലും വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ കോസ്റ്റിൽ 6% വാർഷിക വളർച്ച കൈവരിച്ചുകൊണ്ട് 18.7 ബില്യൺ രൂപയായിട്ടാണ് ഉയർന്നത്. കമ്പനിയുടെ അറ്റകടത്തിലും ക്രമാനുഗതമായിട്ടുള്ളൊരു ഇംപ്രൂവ്മെന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. നെറ്റ് ഡെപ്റ്റ് ടു എബിഡ റേഷ്യോ ക്രമാനുഗതമായിട്ട് കുറയുന്നു എന്ന് തന്നെയാണ് വിവിധ ക്വാർട്ടറിലെ ഈ ഒരു റേഷ്യോ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. കൺസോളിഡേറ്റഡ് നെറ്റ് ഡെപ്റ്റ് ടു എബിഡ റേഷ്യോ 1.43 മടങ്ങായിട്ടാണ് ഡിസംബർ പാദത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്.
കഴിഞ്ഞ പാദത്തിൽ സെപ്റ്റംബർ പാദത്തിൽ 1.6 മടങ്ങായിരുന്ന സ്ഥാനത്ത് നിന്നാണ് വീണ്ടും ഒരു കുറവ് നമുക്ക് ഈ ഒരു റേഷ്യോയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അലൂമിനിയം ബിസിനസ് സെഗ്മെന്റിലേക്ക് വരുമ്പോൾ അലൂമിനിയം അപ്സ്ട്രീം ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം 1% വാർഷിക ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 80 ബില്യൺ രൂപയാണ് ഈ ഒരു ബിസിനസ് സെഗ്മെന്റിൽ നിന്നുള്ള വരുമാനമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം എബിഡയിൽ മികച്ച ഒരു വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 54% എബിഡയിൽ കൈവരിച്ചിരിക്കുന്ന വളർച്ച. 24 ബില്യൺ രൂപയാണ് ഈ ഒരു ഇനത്തിലെ എബിഡയായിട്ട് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻപുട്ട് ചിലവ് കുറഞ്ഞതാണ് എബിഡയിലെ പുരോഗതിയുടെ പ്രധാന കാരണമായിട്ട് അനലിസ്റ്റുമാർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഡൗൺ സ്ട്രീം അലൂമിനിയം ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഡൗൺ സ്ട്രീം ബിസിനസിന്റെ വരുമാനം വാർഷികാടിസ്ഥാനത്തിൽ 4% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 25 ബില്യൺ രൂപയാണ് കഴിഞ്ഞ ഈ ഒരു ഡൗൺ സ്ട്രീം ബിസിനസ് സെഗ്മെന്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വരുമാനം എന്ന് പറയുന്നത്. എബിഡയിൽ 34% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബിഡയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 ബില്യൺ രൂപയാണ്. ലോവർ റിയലൈസേഷനും അനുകൂലമല്ലാത്ത പ്രോഡക്റ്റ് മിക്സുമാണ് പ്രധാനമായിട്ടും ഈ ഒരു അലൂമിനിയം സെഗ്മെന്റിലെ കമ്പനിയുടെ ഒരു പ്രകടനത്തെ ബാധിച്ചത്. എന്നിരുന്നാൽ പോലും സ്ട്രീറ്റും അതുപോലെ അനലിസ്റ്റുമാരും എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളതിന് അനുസൃതമായി തന്നെയായിരുന്നു അലൂമിനിയം ബിസിനസിന്റെ വളർച്ച എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. ഇനി അതിനോടൊപ്പം തന്നെ ഫെബ്രുവരി 12 കമ്പനിയുടെ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള പൂർണ്ണ ഉപസ്ഥാപനമായ നോവെലിസും 3ാം പാദഫലങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു. അഡ്ജസ്റ്റഡ് എബിഡയിലും മറ്റു മികച്ച നമ്പേഴ്സാണ് നോവെലിസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വരുമാനത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ 6% കുറവാണ് റിപ്പോർട്ട് ചെയ്തത്. അഡ്ജസ്റ്റഡ് എബിഡയിൽ 33% വാർഷിക വർധനയോടെ $454 ദശലക്ഷം ആയിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അഡ്ജസ്റ്റ് എബിഡ പെർ ടണ്ണിലും 33% വാർഷിക വർധനയോടെ $499 എന്ന നിലയിലും എത്തി. അറ്റ വരുമാനം പരിശോധിക്കുമ്പോൾ അറ്റ വരുമാനം മുൻ വർഷത്തെ $12 ദശലക്ഷം താരതമ്യം ചെയ്യുമ്പോൾ ഈ പാദത്തിലേക്ക് എത്തിയപ്പോൾ $121 മില്യൺ ആയിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. പ്രത്യേക ഇനങ്ങൾ ഒഴിവാക്കിയുള്ള അറ്റ വരുമാനം വാർഷികാടിസ്ഥാനത്തിൽ 81% വർദ്ധിച്ച് $174 ദശലക്ഷം ആയി. എന്നാൽ പാദാടിസ്ഥാനത്തിൽ മേൽപ്പറഞ്ഞ ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് എല്ലാം നേരിയ തോതിലെ ഇടിവ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നൊവാലിസിന്റെ ജോഗ്രഫിക്കലുള്ള പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഏറ്റവും മികച്ച വളർച്ച കൈവരിച്ചിരിക്കുന്നത് യൂറോപ്യൻ മേഖല തന്നെയാണ്. കുറഞ്ഞ ബെവറേജസ് പാക്കേജിങ്ങും അതിനോടൊപ്പം തന്നെ സ്പെഷ്യാലിറ്റി ഷിപ്മെന്റ് ആയിരുന്നു എങ്കിലും ഓട്ടോമോട്ടീവുകളുടെ ഷിപ്മെന്റുകളുടെ വർധന മികച്ച അഡ്ജസ്റ്റഡ് എബിഡ വളർച്ച കൈവരിക്കാൻ നൊവാലിസിനെ സഹായിച്ചു. ഉയർന്ന വിൽപ്പനയും അനുകൂലമായ മെറ്റൽ ബെനിഫിറ്റ്സിനോടൊപ്പം അനുകൂലമായിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് സാഹചര്യങ്ങളും കുറഞ്ഞ പ്രവർത്തന ചെലവുമാണ് മികച്ച എബിഡയിലേക്ക് നൊവാലിസിനെ നയിച്ചത്. മേഖലയിലെ അഡ്ജസ്റ്റഡ് എബിഡയുടെ വളർച്ച 55%. കഴിഞ്ഞ വർഷം സമാന പാദത്തിൽ $38 ദശലക്ഷം നിന്നും ഈ പാദത്തിലേക്ക് എത്തിയപ്പോൾ $59 ദശലക്ഷം ആയി ഉയർന്നു. മികച്ച ഫൈനാൻഷ്യൽസ് റിപ്പോർട്ട് ചെയ്തെങ്കിലും ബേ മിനിറ്റ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കൂടി എക്സ്ചേഞ്ച് ഫയലിംഗിൽ കമ്പനി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്നലെ മുതൽ വലിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് ഓഹരികൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ബേ മിനിറ്റ് പ്രൊജക്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 40 വർഷങ്ങൾക്കിടയിൽ US നിർമ്മിച്ച ആദ്യത്തെ ഫുള്ളി ഇന്റഗ്രേറ്റഡ് അലൂമിനിയം റോളിംഗ് ആൻഡ് റീസൈക്ലിംഗ് പ്ലാന്റ് ആണിത്. 2025 കമ്മീഷൻ ചെയ്യുമെന്നായിരുന്നു നേരത്തെ കമ്പനി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം കമ്മീഷനിങ് 1 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് എന്നാണ് കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചത്. നിലവിൽ 2026 കലണ്ടർ വർഷത്തിന്റെ 2ാം പകുതിയിലെ കമ്മീഷനിങ് ഉണ്ടാകൂ എന്നാണ് കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ മൊത്തം മൂലധന ചെലവിൽ ഏകദേശം 65% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. $4.1 ബില്യൺ ആണ് നിലവിൽ മിനിറ്റ് ബേ പ്രോജക്ടിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. നിക്ഷേപകരെ ഈ ഒരു വലിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായ വലിയൊരു വർധനവ് തന്നെയാണ് ഇന്നലെ വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് ഓഹരിനെ നയിച്ചിട്ടുള്ളത്. ഇന്നലത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇൻട്രാഡേയിൽ 15% വരെ ഇടിഞ്ഞ് BSEയിലെ ലോവർ സർക്യൂട്ട് നിലവാരമായ 495 എത്തിയിരുന്നു. ഇന്നും ഓഹരി ഇടിവിൽ തന്നെയാണ് വ്യാപാരം ചെയ്യുന്നത്. എന്നാലും മാനേജ്മെന്റിന്റെ കമന്ററി പരിശോധിക്കുമ്പോൾ അടുത്ത 60 മുതൽ 90 ദിവസം വരെയുള്ള കൽക്കരിയുടെ ഇൻവെന്ററി നിലവിൽ കമ്പനിയുടെ കൈവശമുണ്ട്. ഈ കാലയളവിലെ ഉപഭോഗം സ്റ്റേബിൾ ആയിരിക്കുമെന്ന പ്രതീക്ഷയിൽ 4ാം പാദത്തിലെ ചെലവ് നിയന്ത്രണവിധമായിരിക്കുമെന്നാണ് കമ്പനി ഇപ്പോൾ വിലയിരുത്തുന്നത്. കമ്പനിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും 4ാം പാദത്തിൽ ഇൻലൈൻ ആയിരിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. മികച്ച ബാലൻസ് ഷീറ്റും ശക്തമായ സമ്പദ് വ്യവസ്ഥയും കമ്പനിയുടെ ഭാവിയെ സംബന്ധിച്ച് ശുഭപ്രതീക്ഷകൾ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു ഇടിവിലും ഓഹരിക്ക് ലോങ് ടേമിലേക്ക് ഒരു ബൈ റെക്കമെൻഡേഷൻ ലഭിച്ചിരിക്കുന്നത്. മോത്തിലാൽ ഓസ്വാൾ 16% അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണുന്ന ഓഹരിക്ക് ടാർഗറ്റായി നൽകിയിരിക്കുന്നത് 590 രൂപയാണ്.
കൊട്ടക് സെക്യൂരിറ്റീസിലേക്ക് വരുമ്പോൾ ഒരു ആഡ് കോൾ ആണ് നൽകിയിരിക്കുന്നത്. 535 രൂപയാണ് ടാർഗറ്റ് വില. ടെക്നിക്കൽസിലേക്ക് കൂടി പോയി നോക്കാം. യെസ്, അപ്പം ഹിൻഡാൽകോ 507 എന്ന് പറയുന്ന ഒരു ലെവലിലാണ് നിൽക്കുന്നത്. നോക്കുവാണെങ്കിൽ 0.53% ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹിൻഡാൽകോ ഇപ്പം നിൽക്കുന്ന 507 എന്ന് പറയുന്ന ലെവല് നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് ഹിൻഡാൽകോയിൽ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ ലെവൽ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പിന്നീട് വാച്ച് ചെയ്യുന്ന ഒരു ഫസ്റ്റ് സപ്പോർട്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് നിന്ന ഒരു ഏരിയ ആണ് 493 എന്ന് പറയുന്ന ഒരു ലെവൽ. അതുപോലെ തന്നെ 506 478 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് ഹിൻഡാൽകോയിൽ ഒരു സപ്പോർട്ട് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ലോങ് എൻട്രി നോക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ 507 എന്ന് പറയുന്ന ഒരു പൊസിഷൻ നമുക്ക് മെയിനായിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റുന്ന ഏരിയ നോക്കുവാണെങ്കിൽ 496 എന്ന് പറയുന്ന ലെവൽ വെച്ചിട്ട് നമുക്ക് 507 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് എൻട്രിക്കുള്ള ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്ന അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് സാധിക്കുന്നത്. മെയിനായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും 496 എന്ന് പറയുന്ന ലെവലും. അതുപോലെ തന്നെ അപ്പ് സൈഡിലാണെങ്കിൽ 516 എന്ന് പറയുന്ന ആ ഒരു ലെവലിൻ്റെ ഔട്ട് സൈഡിലേക്കായിരിക്കും എൻട്രിക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ വരുന്ന 535 അതുപോലെ തന്നെ 558 എന്ന് പറയുന്ന ലെവലിലൊക്കെ നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഡൗൺ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സപ്പോർട്ട് വരുന്ന 491 478 അതുപോലെ തന്നെ 472.15 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്കൊരു സപ്പോർട്ടായിട്ട് ഹിൻഡാൽകോയിൽ വാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ ഹിൻഡാൽകോയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഒരു ആഴ്ചയിൽ 14% ഒരു ഇടിവ് നേരിട്ട ഒരു ഓഹരിയാണ് ഹിൻഡാൽകോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 3 മാസത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു 0.68% ഒരു നേട്ടം നേടാൻ ഹിൻഡാൽകോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ പ്രകാരം 18.15% ഒരു നേട്ടം നേടിയിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും സെല്ലാണ് നമുക്ക് കിട്ടുന്ന സിഗ്നൽ. അതൊരു അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് പരിശോധിക്കുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് ഒരു 13.94% ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ 579.45 എന്ന് പറയുന്ന ലെവലും ഒരു 24.85% ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ 635 എന്ന് പറയുന്ന ലെവലും ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 508 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് ഹിൻഡാൽകോയിൽ വാച്ച് ചെയ്യാവുന്നതാണ്.